സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് നമ്മുടെ റെസിപ്പി. അതും കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. ഇതിനായി നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്ക ഇവയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നെയ്യിലിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ തന്നെ ഒരു സവാള കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുക്കാൻ പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സവാളയുടെ കൂടെ ക്യാരറ്റും ബീൻസും ഒക്കെ ചേർക്കാം. സവാള ഒത്തിരി വഴണ്ട് ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം 3 ഗ്ലാസ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അല്പം മുന്തി നിൽക്കണം നെയ്ച്ചോറിന്. എങ്കിലേ എല്ലാം റെഡിയായി വരുമ്പോഴത്തേന് റൈസിന് പാകത്തിന് ഉപ്പ് കാണും. ഇനി ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ജീരകശാല അരി ഇട്ട് കൊടുക്കാം. മിക്കവരും നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ അരി വഴറ്റിയതിന് ശേഷമാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ റൈസ് കട്ട പിടിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുക. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഫുൾ ഫ്ലെയിമിൽ 2 വിസിലടിക്കുക. പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കർ നെയ്ച്ചോറ്. അപ്പോൾ 2 വിസിലായിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചൂടിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി വെന്തു പോകും. പിന്നെ ഇതിലേക്ക് അല്പം കാഷ്യൂനട്ടും കിസ്മിസും കൂടി നെയ്യിൽ ഫ്രൈ ചെയ്തിടാം. വേണമെങ്കിൽ സവാളയും വറുത്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസിയായ കുക്കർ നെയ്ച്ചോറ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരാം. താങ്ക്